ഇത് വന്നാണ് നമുക്ക് നാച്ചിൻഡ്യാങ്. ഇത് കണ്ടില്ലേ എത്ര മനോഹരമായിട്ടാണ് ഇതിനൊക്കെ കവറിൽ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത്. UAE കാഴ്ചിരിക്കുന്നത്. ഇതാ UAE കാഴ്ചിരിക്കുന്നത്. ഏതൊക്കെ അഥവാ നാംടോമോയ് പർപ്പിൾ എന്ന് പറയുന്നത് ജിംസിങ് ആണ്. ഇത് മുൻകൻശ്രീ തായ്ലാൻഡിൻ്റെ ഒരു മാങ്ങയാണ്. നാംടോമോയ് പർപ്പിൾ എന്ന് പറയുന്നത്. നാംടോമോയ് പർപ്പിൾ ഇല്ല എന്നൊക്കെ പറയുന്നവർക്കുള്ളതാണ്. നമ്മുടെ കാപ്പിടുത്തത്തിന് ഒരു കുറവുമില്ല. നമ്മൾ എങ്ങനെയൊക്കെ മാവിനെ പരിഗണിക്കുന്നു അതിനനുസരിച്ചാണ് മാവിൽ നിന്ന് റിസൾട്ട് കിട്ടുക. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു മാവ് കൊണ്ട് വെച്ച് തിരിഞ്ഞാൽ നമുക്ക് മാങ്ങ കിട്ടില്ല. ഇത് വന്നുള്ള ചുവന്ന കളറുള്ള മാങ്ങയാണ്. ഇതിൻ്റെ പേരാണ് ഇത്. വീണ്ടും ഇത് മൂത്തിട്ടില്ല. നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പൂർണ്ണമായ നല്ല റെഡ് കളറിലേക്ക് വരും. ഇതാണ് ടോമി അക്കിൻസ്. ഇത് ലെമൺ ട്രീ നഴ്സറി ദിബ ഫുജിറയിലാണ് ഞാനുള്ളത്. ഇത് നോക്കി മാങ്ങയൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ്. ഇനി ഇത് ഫുൾ റെഡ് കളറിലേക്ക് വരും. അപ്പോൾ ഒരു സംഭവമായിരിക്കും. ഇതൊക്കെ പൊളിക്കണ മാങ്ങയാണ്. നമ്മൾ മാങ്ങയെ പറ്റി പഠിക്കുക. ഇതൊക്കെ വെറുതെ വിമർശിക്കാൻ വേണ്ടി മാത്രം ആ നാടൻ ഈ നാടൻ എന്ന് പറയുന്നത് കൂടെ നല്ലതിനെ തിരിച്ചറിയാം. ഏത് നാടനായാലും ശരി വിദേശിയായാലും ശരി നല്ലതിനെ തിരിച്ചറിയാൻ, നല്ലത് വെക്കുക, പ്രോത്സാഹിപ്പിക്കുക. നമ്മളെ എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത് നല്ല വെറൈറ്റികൾ വെക്കുക. ആരുകളും പറയുന്ന നാടൻ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ചകിരി മാങ്ങകൾ തിന്നുന്നതിനേക്കാളും നല്ല വെറൈറ്റികൾ എവിടെ ആയാലും അത് കൊണ്ടുവന്ന് വെച്ച് നല്ലത് തിന്നുക. നമ്മൾ നാടൻ മാങ്ങ മോശമാക്കി പറയില്ല. നാടൻ മാങ്ങയിൽ നല്ല ഇനങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ എല്ലാ നാടൻ മാങ്ങകളും നല്ലതാണ്. നാടൻ മാങ്ങയുടെ പ്രശ്നം എന്ന് വെച്ചാൽ ആ മാവും പടർന്ന് പന്തരിച്ച് കുറേ സ്ഥലങ്ങൾ അപകരിക്കും. അത് നമുക്ക് സ്ഥലപരിമിതി കുറവുള്ള ആളുകൾക്ക് നാടൻ മാവ് ഒരിക്കലും അനുയോജ്യമല്ല. കാരണം നൈസർഗികമായ സ്വഭാവം തലമുറകളുടെ സന്താനങ്ങൾ കാണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് കമ്പ് പിടിപ്പിച്ചാലും ശരി ആ വളരാനുള്ള ടെൻഡൻസി ആ മാവ് കാണിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇതൊക്കെ ചുരുങ്ങിയ സ്ഥലത്ത് ചെറുതായി വളരുന്ന മാവുകളാണ്. സമീർ ഭായ് इधर ये कोलो, ये थोड़ा कोलो, कोलो. ये इतना फ्रूट अच्छा माशाल्लाह. फ्रूट बड़ा आएगा. ये छोटा है, रेड ഇതാണ് കീത്ത്. ഇതിന് ചുവന്ന കളറാവും. മാങ്ങ ഒരു രക്ഷയില്ല കേട്ടാ. ഇത് കഴിച്ച പലർക്കും അറിയാം കീത്ത് കഴിച്ചത്. നമ്മുടെ അഷറഫ് ഭായി കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ജസ്റ്റിൻ സാറൊക്കെ കീത്ത് കഴിച്ച അനുഭവങ്ങൾ പറയാറുണ്ട്. ഏതായാലും ഇതൊരു സംഭവം കേട്ടാ. ये कितने साल हो गया समीर भाई? 3 साल है ना? 3 വർഷമായ ഒരു മാവിൽ കായ്ച്ച മാങ്ങയാണ്. ഞാനെപ്പോഴും പറയാറുണ്ട് ഇത് ഒരു 3 വർഷമാണ് കഴിയുമ്പോൾ ഇതിൻ്റെ ഇരട്ടി കായ്ഫലം ഉണ്ടാവും. നല്ല പൂർണ്ണതയിലെത്തിയ മാങ്ങ ആയിരിക്കും. നല്ല എല്ലാ ഗുണങ്ങളും ലഭിക്കുന്ന മാങ്ങ ആയിരിക്കും. അത് നല്ല നമുക്ക് തിന്നാൻ ടേസ്റ്റുള്ള മാങ്ങ ആയിരിക്കും. വർഷങ്ങൾ കൂടുമ്പോൾ നല്ല നല്ല കായ്. എനിക്ക് വേണ്ടിയിട്ട് അവർ കുറച്ച് കമ്പുകളൊക്കെ തരുന്നുണ്ട്. കീത്ത് മാവിൻ്റെ കമ്പുകളാണ് കൊണ്ടുപോകാനായിട്ട്. നോക്കട്ടെ എന്തൊരു ഭംഗിയാണ്. वेरी गुड ब्यूटीफुल कलर. ये कीत मांगा 2 सीजन में आते हैं ना? ये 2 सीजन में फल आएगा. कीत कണ്ട. ഇതാണ് കീത്ത് മക്കളെ. ഇതാണ് കീത്ത്. ഇതാണ് വിദേശ മാവ്. ഇത് कितने साल हो गया रखना ये प्लान? कितना साल हो गया? 4 साल ऐसा हो गया. ഇത് ഒരു 4 ഇയേഴ്സ് 4 വർഷമായ ഒരു പ്ലാന്റ് ആണ്. കണ്ടില്ലേ ഇത് നിലത്തൊക്കെയാണ് കായ്ച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ നിലത്തൊക്കെ കായ്ച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ കായ്ച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇനി നല്ല ബ്യൂട്ടിഫുൾ കളറിലേക്ക് വരും കേട്ടോ. ഇതിൽ നിറച്ചത് വർഷത്തിൽ 2 പ്രാവശ്യം കഴിക്കുന്ന ഒരു കീത്താണ്. കണ്ടില്ലേ കവറിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പം നമ്മളവിടെ ഈ പുഴു വരും. ആ മാങ്ങയിൽ പുഴുവാണ്, ഈ മാങ്ങയിൽ പുഴുവാണ്, അതിൽ പുഴുവാണെന്നൊക്കെ പറഞ്ഞവർക്കാണ് ഈ കവർ ഇട്ടാ. പിന്നെ വെറുതെ മാങ്ങ തിന്നണം, ഒരു പണി കൊടുക്കണ്ട, ഒരു മാവ് വെച്ചിട്ട് വെറുതെ മാങ്ങ കിട്ടണമെന്നുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പുഴുവൊക്കെ വലിയ വിഷയമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം പുഴു വിഷയമല്ല. അതിനു വേണ്ടിയുള്ള പ്രതിരോധ മാർഗങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തണം. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണല്ലോ. ഇത് കണ്ടില്ല ഇതിനകത്ത് കവർ ഇട്ടിരിക്കുന്നത് നിലത്താണ് കിടക്കുന്നത്. ഇതെനിക്ക് പറയാനുള്ളത് വിദേശ മാങ്ങകൾ കായ്ക്കൂല എന്ന് നാട്ടിൽ കായ്ക്കൂല എന്ന് പറഞ്ഞവരോടാണ്. ഇത് UAE കായ്ച്ചിരിക്കുന്നത്. ഇത് UAE കായ്ച്ച മാങ്ങയാണ്. ഇതിനൊക്കെ ഒരു കളർ നോക്കുകയാണ് നിങ്ങൾ. ഇതിലൊക്കെ ഒരു ഭംഗി നോക്കാണ്. ഒരു കൊലയിൽ എത്ര മാങ്ങയാണ് കായ്ച്ചിന് കമ്പ് കൊടുത്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒരു മാവ് എത്രയാണ് കായ്ച്ചിരിക്കുന്നത് കണ്ടില്ലേ. ഇതൊക്കെ നിലത്ത് കായ്ച്ചിരിക്കുകയാണ്. ഇതൊക്കെ മാങ്ങ കായ്ച്ചിരിക്കുകയാണ്. कितना ये थोड़ा खोलना मैंने समय पर बस बनाओ. നല്ല കളറായി വരും. ഇത് നല്ല റെഡ് കളറിലേക്ക് വരും. മുൻകൻശ്രീ നമ്മളെ വലിയ മാങ്ങയാണ്. കിട്ടാ കിലോക്ക് ഉപ്പറാത്താനാ 1 കിലോക്ക് മുകളിൽ വരും. മുൻകൻശ്രീ എന്ന് മാങ്ങാണ്. നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. എല്ലാത്തിനും നന്നായിട്ട് കവർ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളെ സൂപ്പർ ക്യൂനൊക്കെ പോലെ നല്ല വലിയൊരു മാങ്ങയാണ്. കണ്ട മുൻകൻശ്രീ അടിപൊളി ഇതിലാണ് ഇതിനെ സംരക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുമാതിരി നല്ല നല്ല മാങ്ങകൾ വിദേശ വെറൈറ്റികൾ വെക്കുക, കവറിടുക, നല്ല മാങ്ങകൾ കഴിക്കുക.
അപ്പോൾ ചോദിക്കും ഫ്ലേവർ ഉണ്ടോ മധുരം ഉണ്ടോ? അത്യാവശ്യത്തിന് ഫ്ലേവറും മധുരമുണ്ട്. അതാണ് ഇത് വിദേശ മാർക്കറ്റിൽ ഡിമാൻഡുള്ള മാങ്ങ ആവാൻ കാരണം. നമ്മൾ മലയാളികളെ പോലെ അത് 30 ബ്രിക്സ് വേണം, 28 ബ്രിക്സ് വേണം. ഒരു 20 ബ്രിക്സിന് മുകളിലുള്ള സാമാന്യം നല്ല മാങ്ങയാണ്, 18, 20ഒക്കെ. ഇത് അത്തരത്തിൽ ബ്രിക്സുള്ള മാങ്ങകളാണ്. തായ്ലൻഡ് മാങ്ങകളൊക്കെ ഒരു 20. ഇത് കണ്ടില്ലേ, മറ്റൊരു കീത്തിൻ്റെ മരമാണ് ഈ കായ്ച്ചിരിക്കുന്നത്. ഓ എന്താ ഇതൊന്നൊക്കെ ശരിക്ക് കായ പിടിച്ചിട്ടുണ്ടാ. ഇതേ കണ്ടില്ല നിങ്ങൾ, മാങ്ങ കായ്ച്ചു നിൽക്കുന്നത് കണ്ടില്ല ഭംഗി, എത്രത്തോളം മാങ്ങകളാണ്. കണ്ടാ ഇതൊക്കെ മാങ്ങ ഇവിടെ കായ്ക്കില്ല, അവിടെ കായ്ക്കില്ല, വിദേശ മാങ്ങ എവിടെയും കായ്ക്കില്ല എന്നൊക്കെ പറയുന്നവർക്കുള്ള ഒരു ഉത്തരമാണത് കേട്ടോ. അവരെ ചോദ്യം അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, പറഞ്ഞുകൊണ്ടിരിക്കും. പാസ് എന്ന് പറയുന്ന ഒരു മാങ്ങയാണ്, നല്ല കളറാണത് കണ്ടാ. ഇതൊക്കെ നല്ല റെഡ് കളറിലേക്ക് വരും കണ്ടാ. പാസ്, ഇത് പാസ് വൈസ് അല്ല കേട്ടാ, ഇത് വെറും പാസ്സാണ്. ഓക്കെ, ഇത് ബാസ് വൈസ് അല്ല, ബാസ് വെറൈറ്റി. ഇതൊക്കെ നേരത്തെ വീണെടുക്കുന്നുണ്ട്. ഇതാ നല്ല വെറൈറ്റിയാണ്. ഇത് ഇസ്രായേൽ വെറൈറ്റിയാണ് കേട്ടോ. ബാസ് ഇസ്രായേൽ വെറൈറ്റിയാണ്. നല്ല റെഡ് കളറാണ്, നല്ല ചുവന്ന കളറാണ്. നമ്മുടെ മിയാസാക്കിയൊക്കെ പോലെ ഉണ്ടാവും നമ്മളവിടെ കായ്ച്ചാൽ. നന്നായിട്ട് കായ്ച്ചിരിക്കുന്നത് കണ്ടില്ല, എത്ര മനോഹരമായിട്ടാണ് ഇത്. ഇതൊക്കെ കാണുമ്പോൾ ആർക്കാണ് മാവ് ഇഷ്ടപ്പെടാത്തത്, മാങ്ങ ഇഷ്ടപ്പെടാത്തത്? ഇതൊക്കെ ഒന്നും ടേസ്റ്റ് ഇല്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനെ കായ്ച്ചു നിന്നാൽ മതി നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത്. അതൊരു മനോഹരമാണ്, അതൊരു കാഴ്ചയാണ്.